കോൺഗ്രസ് ഇപ്പോൾ ശരിക്കും ലീഗിനെ തഴയുകയാണോ? കോൺഗ്രസിന് ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 63 സീറ്റ് കിട്ടിയെന്നുള്ളത് അവർക്ക് വലിയ പ്രതിസന്ധിയായി എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ പല അംഗങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ എന്തോ ഒരു ഭ്രമം സംഭവിച്ചതുപോലെയാണ്. ഏറ്റവും നല്ല ഉദാഹരണം അത് മാത്യു കുഴൽനാടൻ്റെ ആയിരുന്നു. കാരണം നമ്മൾ ഇതുവരെയൊക്കെ കണ്ട മാത്യു കുഴൽനാടൻ ടെലിവിഷനിലൊക്കെ വന്നിരുന്ന് വളരെ ലോജിക്കായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അഭിഭാഷകൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ KC വേണുഗോപാൽ ഇഷ്യൂ വന്ന സമയത്ത് ചോദിച്ചപ്പം അതുവരെ കാണാത്ത ഒരു കുഴൽനാടനെയാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ പിന്നെ കാണുന്നത്. ലീഗിന് എന്ത് അവകാശം കോൺഗ്രസിൻ്റെ കാര്യത്തിൽ സംസാരിക്കാൻ? എന്നിട്ട് മാധ്യമങ്ങളെയൊക്കെ ഒരു വല്ലാത്ത ഒരു വളരെ ഉയരത്തിലേക്ക് താൻ പോയിരിക്കുന്നുള്ളൊരു തെറ്റിദ്ധാരണയൊക്കെ വന്നതുപോലെ ഉള്ള ഒരവസ്ഥയിലേക്ക് മാധ്യമങ്ങളെയൊക്കെ അങ്ങോട്ട് പഴിചാരിക്കൊണ്ട് സംസാരിക്കുക. അപ്പോൾ ഇത് മൊത്തത്തിൽ എല്ലാവർക്കും ഈ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഈ ലീഗ് യഥാർത്ഥത്തിൽ വളരെ മിതത്വം പാലിച്ചുകൊണ്ടാണ് കുറേ മാസങ്ങളായിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ലീഗ് നിൽക്കുന്നത്. ഉദാഹരണത്തിന് വെള്ളാപ്പള്ളിയുടെ അതിപ്രകോപനപരമായ പ്രസ്താവനകൾ വന്നിട്ട് പോലും ലീഗ് പ്രതികരിച്ചതൊക്കെ വളരെ മിതത്വത്തോടു കൂടിയാണ്. ഒന്ന് പിഴച്ചാൽ പണി വാളുമെന്ന് അറിയാം. മാത്രമല്ല കേരള സൊസൈറ്റിയിൽ അത് വലിയ അപകടം ഉണ്ടാക്കുന്നവർക്കറിയാം. ഈ മുസ്ലിം ലീഗിൻ്റെ അണികളെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവർ പാർട്ടി ഒന്നും കൂടെ അവരുടെ ഇത്തിരി സ്ട്രക്ചേർഡ് ആക്കിയിട്ടുണ്ട് അവർ. കാരണം അവർ വളരെയധികം ഭീഷണി നേരിട്ട കൂട്ടത്തിലാണ്, തീവ്രവാദ ഭീഷണി. കാരണം അവരുടെ മുസ്ലിം ലീഗിൻ്റെ സമീപനം പോരാ, ഒരു വെൽഫെയർ പാർട്ടിയുടെയും അതല്ലെങ്കിൽ NDAയുടെയും പഴയ സിമിയുടെയും PFIയുടെയൊക്കെ ആ ഒരു സ്വഭാവത്തിലേക്ക് ലീഗ് മാറിയേ പറ്റൂ എന്നൊക്കെയുള്ളൊരു വലിയ സമ്മർദ്ദം ലീഗ് നേരിട്ടിരുന്നു. പക്ഷെ അതിനെയൊക്കെ ഒരു വളരെ വിദഗ്ധമായിട്ട് അതിജീവിച്ച് ഈ പറഞ്ഞ വളരെ ഒരു കേരളത്തിലൊരു മെച്യൂരിറ്റി കാണിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ലീഗ് മാറിയിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ആ മുന്നണിയായിട്ട് മത്സരിക്കുന്നതിൽ അവർ വളരെയധികം ഒരു മുന്നണിയായിട്ട് തന്നെയാണ് മത്സരിച്ചത്. ഒരു കോൺഗ്രസ് ലീഗ് എന്നുള്ള വ്യത്യാസമില്ലാതെ. ഉദാഹരണത്തിന് സുധാകരൻ പറഞ്ഞു അല്ലേ, അമ്പലപ്പുഴയിൽ സലാം എന്ന് പറയുന്ന മുസ്ലിം സമുദായ അംഗം മത്സരിച്ചിട്ട് പോലും 72 ബൂത്തുകളിൽ, മുസ്ലിം ഭൂരിപക്ഷമുള്ള ബൂത്തുകളിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് സുധാകരനാണ്. അപ്പോൾ ഇത്തരത്തിലൊരു വളരെ പിന്നെ പക്വതയാർന്ന രീതിയിൽ ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് മുന്നണിയായിട്ടൊന്ന് മത്സരിച്ച് ഒരു വേറിട്ട ഫീലിംഗ് ഇല്ലാതെ മത്സരിച്ചിട്ട് വൻ ജയം കരസ്ഥമാക്കി. മാത്രമല്ല അവരേറ്റവും വലിയൊരു ഒരു ജസ്റ്റർ കാണിച്ചത് തവനൂർ മണ്ഡലത്തിൽ ജലീൽ എന്ന മുസ്ലിം സമുദായ അംഗമായ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ VS ജോയ് എന്ന അവിടുത്തെ DCC പ്രസിഡന്റിനെ നിർത്തി ആ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിച്ചു വിട്ടു. അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ അല്ലേ? അത് ചെറിയ സംഗതി അല്ലത്. അത് നിർത്താനുള്ള ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് ലീഗ്. അതവിടെയാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു ആത്മവിശ്വാസവും ധൈര്യവും പ്രകടമാകുന്നത്. അങ്ങനെയൊക്കെ കോൺഗ്രസുമായിട്ട് ചേർന്ന് നിന്ന് വളരെ എന്താ പറയുക ഒരു പ്രശംസനീയമായ രീതിയിൽ പ്രവർത്തിച്ചിട്ട് വന്ന് UDFന് ഇത്രയും വലിയൊരു അംഗീകാരം അതല്ലെങ്കിൽ 102 സീറ്റ് കിട്ടിയപ്പോഴത്തേക്ക് സകല വൈകൃതങ്ങളും കോൺഗ്രസ് പുറത്തെടുക്കുകയാണ് അല്ലേ? പിൻവാതിലിലൂടെ അതായത് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്നു. എന്ത് വൃത്തികേടാണത്, അത് വൈകൃതമാണത്. കാര്യം എന്തുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ മത്സരിക്കാൻ പാടില്ലായിരുന്നു അല്ലേ? ആദ്യമേ പ്രഖ്യാപിക്കായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ ഒരു ഗവൺമെൻറ് ഇല്ല. പിന്നെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 2 ദിവസത്തേക്ക് മുമ്പാണ് ഹൈദരാബാദിൽ പറഞ്ഞത് ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോവിഡ് കാലഘട്ടത്തിൽ ആ ഒരു സ്വയം നിയന്ത്രണത്തിലേക്ക് പോകണം, ഒരു കാരണവശാലും പൂഴ്ത്തിവെപ്പ് അനുവദിക്കുന്നതല്ല എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കാം, ആ പ്രസ്താവന വന്നതിന് ശേഷം കേരളത്തിൽ ഒരു ഗവൺമെൻറ് ഇല്ല. പൂഴ്ത്തിവെപ്പ് എങ്ങനെ വേണമെങ്കിലും നടത്താം അല്ലേ? ഇന്നിപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 9 ദിവസം കഴിയുന്നു റിസൾട്ട് വന്നിട്ട്, ഒരു ഗവൺമെൻറ് ഇവിടെ ആയിട്ടില്ല. തമിഴ്നാട്ടിൽ വിജയ് പിന്നെ അധികാരം ഏറ്റെടുത്തിട്ട് 3 ദിവസം കഴിഞ്ഞ് അയാൾ നടപടികളെടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇപ്പം കേരളത്തിൽ എത്ര വേണമെങ്കിലും ഇപ്പം പൂഴ്ത്തിവെപ്പിന് അനുകൂലമായൊരു സാഹചര്യമാണുള്ളത്. കാര്യം എന്താ, ഗവൺമെൻറ് ഇല്ല. അതുപോലെ തന്നെ SLC റിസൾട്ട് വരാൻ പോകുന്നു. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അടിയന്തരമായിട്ട് സ്കൂൾ തുറക്കാൻ പോകും അല്ലേ? അപ്പോൾ ഒരു ഗവൺമെൻറ് ഇല്ലാത്തൊരവസ്ഥ, അത്ര ഇറസ്പോൺസിബിളായിട്ട് കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഈ വൃത്തികൾ മുഴുവൻ കാണിക്കുന്നത്.
കേരളത്തിലെ ജനങ്ങൾ വ്യക്തമായിട്ടൊരു വിധി കൊടുത്തതാണ്. എന്നിട്ട് ഹൈക്കമാൻഡ് ഈ കാര്യം അവർ മുൻകൂട്ടി നിശ്ചയിച്ചു ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളത്. എന്നിട്ട് സ്വയം ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ടോ സ്വയം വിലമതിക്കാത്തത് കൊണ്ടോ ആണല്ലോ ഈ കെ.സി. വേണുഗോപാൽ മത്സരിക്കാതിരുന്നത്, അല്ലേ? മത്സരിക്കാതിരുന്നിട്ട് വീണ്ടും പിൻവാതിലൂടെ മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്നു. അതായത് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു ഈ കഴിഞ്ഞ എത്രാം തീയതി നമ്മൾ ഏപ്രിൽ 9 തീയതി അല്ലേ? ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പിൽ ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് മത്സരിച്ചാൽ പോരായിരുന്നു, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്തും കാണിക്കാം. ഇപ്പോൾ സീറ്റും കൂടെ 63 സീറ്റ് ഞങ്ങൾക്കുണ്ട്. ഇപ്പം ലീഗ് പോന്നെങ്കിൽ പോട്ടെ എന്നുള്ളൊരു ലൈനുണ്ട്. ഇല്ലെങ്കിലും ഭരിക്കാൻ പറ്റും, സുഖമായിട്ട് ഭരിക്കാൻ പറ്റും. 102 സീറ്റാണ് UDF മൊത്തമുള്ളത്, 22 സീറ്റ് ലീഗിന്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവർക്ക് 63 സീറ്റ് അല്ലേ? കോൺഗ്രസിന് 7 സീറ്റ്, ജോസഫ് ഗ്രൂപ്പിന് പിടിച്ച 7 സീറ്റ് അതുണ്ട്. അപ്പോൾ 61 7 70ആയി. CP ജോൺ, രമ, RFP അല്ലേ? പിന്നെ RSP 3 സീറ്റ്, 10-75 സീറ്റിനെ ഭൂരിപക്ഷത്തിൽ ഭരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ലീഗ് പോന്നേ പൊക്കോട്ടെ, അതല്ല ഞങ്ങളുടെ കൂടെ നിന്ന് വേണമെങ്കിൽ ഭരിക്കണേ ഭരിച്ചു. ഈ ഒരു സമീപനത്തിലേക്ക് മാറി. ഇതൊരു സംസ്കാരമില്ലായ്മയുടെ പ്രശ്നമാണ്. ഇതുകൊണ്ട് എന്താ സംഭവിച്ചത്? കേരളത്തിനാണ് നഷ്ടം. ഒരു ഗ്രൂപ്പിസം ഒന്നും ഇല്ലാതെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് UDF പോയത്. ഒരു ടീം UDF എന്നുള്ള കൺസെപ്റ്റ് ശരിക്കും ലീഗ് ഒരു അധികപ്പറ്റായിട്ട് മാറിയ ഒരവസ്ഥയെത്തി. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പം ലീഗിൻ്റെ അണികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് ഇപ്പോൾ ലീഗ് നേതാക്കൾക്ക് അണികളുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരുന്നു. അതാണിപ്പം മലപ്പുറത്തുനിന്ന് കാണുന്ന കാഴ്ച. അതാണ് മലപ്പുറത്തെ ഇപ്പം നേതാക്കളൊക്കെ പരസ്യമായിട്ടൊന്ന് പറഞ്ഞു തുടങ്ങി, ഇല്ലേ? കാര്യം അവരും കൂടി ഉത്തരവാദിത്തമുള്ളതാണല്ലോ. ഗവൺമെൻറ് ഈ ജനങ്ങളെ നേരിട്ടെ. അപ്പോൾ അവർക്ക് അണികൾക്ക് മറുപടി കൊടുക്കണ്ടേ? അപ്പോൾ ലീഗ് അപ്രസക്തമായ ഒരു സഖ്യകക്ഷിയായിട്ട് ഈ മുന്നണിയിൽ മാറി എന്നുള്ളതാണ്. ആ ഒരു സന്ദേശമാണ് കോൺഗ്രസ് ഇപ്പോൾ ലീഗിന് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിലുള്ള കോൺഗ്രസിൻ്റെ 61 MLA-മാരാണുള്ളത്. ഇപ്പം നിലവിൽ അതിശക്തമായ 3 ഗ്രൂപ്പായിട്ട് മാറി, അല്ലേ? കെ.സി. വേണുഗോപാൽ ഗ്രൂപ്പ്, പിന്നെ രമേശ് ചെന്നിത്തല ഗ്രൂപ്പ്, VD സതീശൻ ഗ്രൂപ്പ്. VD സതീശന് ഗ്രൂപ്പ് ഉണ്ടോയെന്ന് അറിയില്ല, എന്തായാലും VD സതീശൻ അനുകൂലിക്കുന്നവരുണ്ടാവുമല്ലോ, അല്ലേ? അപ്പം കോൺഗ്രസ്സിലെ 3 പ്രബല ഗ്രൂപ്പുകളായി. ഇനി അധികാരം തുടങ്ങിക്കഴിഞ്ഞാലോ? അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ വീണ്ടും ഗ്രൂപ്പുകളുണ്ടാവും. ആ പ്രൈമറി ക്രെഡിബിലിറ്റി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു. ഈ ഗവൺമെൻറ്റിൽ നിന്ന് ജനങ്ങൾക്കുള്ള സകല പ്രതീക്ഷയും പോയി, അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ മുസ്ലിം ലീഗ് വന്നു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ പോലെ അധികപ്പറ്റാണെന്നും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് തങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്നുള്ള ബോധ്യം അവർക്കും വന്നു. അപ്പോൾ ഇത് അണികളിലേക്കും വ്യാപിക്കുക ചെയ്യുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ മുന്നണി മുമ്പോട്ട് പോകുക എന്നുള്ളത് ആലോചിച്ച് നോക്കുമ്പോൾ തുടക്കത്തിലെ ഇത്രയും വലിയ കല്ലുകടിയും പ്രശ്നങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് മുമ്പോട്ട് പോക്ക് വലിയൊരു ചോദ്യചിഹ്നമായി മാറുന്ന ലക്ഷണം എല്ലാം കാണുന്നുണ്ട്. മാത്രമല്ല ഒരു ടീമായിട്ട് പോകാൻ സാധ്യതയില്ല. ടീമായിട്ടാണ് ഇലക്ഷനും നേരിട്ടത്, അതിമനോഹരമായിട്ട് ടീമായിട്ടാണ് നേരിട്ടത്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചാൽ ടീം എന്നുള്ള സംഗതി പല കഷ്ണങ്ങളായി മാറിയിരിക്കുന്നു. ഈ കഷ്ണങ്ങളാണ് ഇനി അധികാരത്തിലാക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കോൺഗ്രസിനെ വളരാനായിട്ടും ഈ ഭരണം സുഗമമായിട്ട് നടക്കാൻ ലീഗ് പോലും സമ്മതിക്കില്ല. കോൺഗ്രസിൻ്റെ തകർച്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി കോൺഗ്രസ് തകരും. കോൺഗ്രസിന് തകർച്ച ആരംഭിച്ചു കഴിഞ്ഞു. അതിനകത്തൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. ഒരുപക്ഷെ തെന്നിന്ത്യയിൽ ഏറ്റവും മുൻപ് കോൺഗ്രസ് തകർന്നടിയാൻ പോകുന്നത് കേരളത്തിലായിരിക്കും. പിന്നെ BJPക്ക് വളരെ അനുകൂലമായ സാഹചര്യമാണ്. വെറുതെ കട തുറന്നിരുന്നാൽ മതി. അല്ല, ഐ എം നോട്ട് ജോക്കിങ്. വെറുതെ ഇരുന്നാൽ മതി. കാര്യം ആ രീതിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ മാറി എന്നുള്ളതാണ്. കാര്യം ഇനി കോൺഗ്രസ്സിൽ കേരളത്തിലെ ജനത വിശ്വസിക്കുമെന്ന് വിചാരിക്കുക വേണ്ട. അതാണ് അതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ CPM ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് ഈ പറഞ്ഞതുപോലെ ഇനി എന്താണ് സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സിനകത്തു നിന്ന് ഇനി വൻ കൊഴിഞ്ഞുപോക്കുണ്ടാവും. നിരാശരായിട്ടുള്ള ഒരു ഭാഗം കൊഴിഞ്ഞു പോകും. CPM വൻ തകർച്ചയിലേക്ക് നേരിടുന്നു. CPM തകരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മുസ്ലിം ലീഗ്, ഓഫ് കോഴ്സ് മുസ്ലിം ലീഗ് മുസ്ലിം ജനവിഭാഗവും ഈ പറയുന്നതുപോലെ പ്രത്യേക ബ്ലോക്കായിട്ട് തന്നെ ഇവിടെ നിൽക്കും. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലായിരിക്കും അത് നിൽക്കുക ചെയ്യുന്നത്. ഒരു പുതിയൊരു രാഷ്ട്രീയ ഫോർമേഷൻ
ഉള്ള എല്ലാ സാധ്യതകളും കേരളത്തിൽ കാണുന്നുണ്ട്. അതെങ്ങനെ വരും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം CPM-ൻ്റെ തകർച്ച ഒരു നിർണായക ഘട്ടത്തിലാണ്. അതിനി തിരിച്ചു വരാൻ പ്രയാസമാണ്. കാര്യം തിരിച്ചു വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ധിഷണാശാലികളായിട്ടുള്ള നേതാക്കൾ വേണം. ഇന്നിപ്പോൾ അങ്ങനെയുള്ള നേതാക്കൾ ഒരുപക്ഷെ ഒട്ടുമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് CPM ആണ്. എന്നാൽ ഈ കോൺഗ്രസിൻ്റെ ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട അസംബ്ലിയിൽ വരാൻ പോകുന്ന MLA-മാരെ നോക്കണം. ചെറുപ്പക്കാരുടെ ഒരു നല്ല നിരയുണ്ട് അല്ലേ? ചെറുപ്പക്കാരുടെ ഒരു നല്ല നിര, അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കാൻ ശേഷിയുള്ളവർ, കാര്യപ്രാപ്തിയുള്ളവർ, വീക്ഷണമുള്ളവരൊക്കെ ആയിട്ടുള്ള ഒരു വൻ നിര ചെറുപ്പക്കാരുടേത് കോൺഗ്രസ്സിനുണ്ട്. പക്ഷേ അതെല്ലാം അവർ നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. കാര്യം ഒരു യൂണിഫൈഡ് ലീഡർഷിപ്പ് കേരളത്തിൽ സാധ്യമല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ സതീശൻ എനിക്ക് തോന്നുന്നില്ല സതീശന് പിന്നെ KC വേണുഗോപാൽ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് തോന്നുന്നു. എത്രയൊക്കെ തന്നെ ചർച്ച ചെയ്താലും. കാര്യം അവർ നേരത്തെ നിശ്ചയിച്ച് ഇലക്ഷന് മുമ്പ് തന്നെ അവർ നിശ്ചയിച്ചതാണ് KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി, മറ്റുള്ളവരെ ഉപയോഗിച്ച് ജയിപ്പിച്ചെടുക്കുക. അതായിരുന്നു പദ്ധതി. ആ പദ്ധതി ഏതാണ്ട് അവസാനത്തിലേക്ക് കിടക്കുകയാണെന്ന് തോന്നുന്നു. ഇനി VD സതീശൻ ഇതിനകത്ത് നിന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസ്സിനകത്ത് ഈ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ, ഇപ്പം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന സംഗതി, നിഷ്പക്ഷമതികളായ എല്ലാ പാർട്ടികളിലും പെട്ട വ്യക്തികളുടെ വോട്ടാണ് ഈ UDF-ൻ്റെ പെട്ടിയിലേക്ക് വീണിരിക്കുന്നത് അല്ലേ? ഒരു സാമാന്യ യുക്തിയും സാമാന്യ നീതിയിലും ഒരു സാംസ്കാരികവുമായിട്ടൊക്കെ ചിന്തിക്കുന്ന മലയാളിയുടെ വോട്ടാണ് ആ വീണിരിക്കുന്നത് അല്ലേ? ഇപ്പം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിഭാഗം നിരാശയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം VD സതീശൻ മന്ത്രിസഭയിൽ ചേരുന്നില്ല എന്ന് വിചാരിക്കുക. ഇത് കേരളത്തിൽ വരുത്താൻ പോകുന്ന ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിൽ വരുത്താൻ പോകുന്ന ഒരു ചേഞ്ചുണ്ട്. ഒരു നാച്ചുറൽ എൻജിനീയറിങ്ങിൽ വരാൻ പോകുന്ന ഒരു ചേഞ്ചുണ്ട്. അതെങ്ങനെ സംഭവിക്കും എന്നുള്ളത് പിടികിട്ടുന്നില്ല. അതെങ്ങനെയും സംഭവിക്കാം. CPM അതേപോലെ തകർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഒരു പുതിയ ഫോർമേഷനിലേക്ക്, പുതിയ രൂപത്തിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചേരികൾ മാറാനുള്ള ഒരു വൻ സാധ്യത കാണുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദി കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് തന്നെയായിരിക്കും അതിൻ്റെ കാഷ്വാലിറ്റി.